നല്ല സ്റ്റേ ആയിരുന്നു. ഡീസൻ്റ് ആയിരുന്നു, കുഴപ്പമില്ല. അത്ര ഗംഭീരമൊന്നുമല്ല, എന്നാലും ആക്ച്വലി നല്ല നീറ്റ് റൂംസ് ആയിരുന്നു. നല്ലൊരു അടിപൊളി സ്റ്റേ. ഗൈസ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ കഫേയിൽ നിന്ന് കിടില ഫുഡ്. അമ്മച്ചി എനിക്ക് നല്ല അടിപൊളി ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി തന്നു. പൊളി. അവിടെ ഗ്രിൽ ചിക്കൻ ഒന്നും മെനു പോലും ഇല്ല, എന്നിട്ട് അവരുണ്ടാക്കി തന്നു. അവരുടെ ആ മനസ്സ്, അതിൻ്റെ ഓണർ കല്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ എല്ലാവർക്കും വേറെ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ആദ്യമായിട്ട് ഈ വണ്ടി കൊണ്ടുള്ള ഫസ്റ്റ് റൈഡ് H2 എടുത്തിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. ഒരു റൈഡേ പോയിട്ടുള്ളൂ വൈഫിൻ്റെ കൂടെ. ഞാൻ ലോങ് ഒന്നും പോയിട്ടില്ല. ഇന്ന് നല്ലൊരു ഓസ്ട്രേലിയയിലെ ഏറ്റവും ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ അവിടെ ഞങ്ങളൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും അവിടെ എത്തണം. ഇന്നാണെങ്കിൽ തിങ്കളാഴ്ച ഇവിടെ പബ്ലിക് ഹോളിഡേ, അപ്പോൾ അതായതുകൊണ്ട് ഇവിടെ ഡബിൾ ഡിമെറിറ്റ്സിൻ്റെ ഒക്കെ സമയം. അപ്പം അത്യാവശ്യം കെയർഫുള്ളായിട്ട് ഓടിക്കണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. എല്ലാം ഡബിളായിട്ട് കിട്ടും, കിട്ടാനുള്ളതെല്ലാം ഇരട്ടിയായിട്ട് കിട്ടുമെന്ന് പറയുന്ന പോലെ. ഇതാണോ ഇനിയായിട്ട് ഇവിടെ വന്ന് വരാൻ പറഞ്ഞേ അല്ലല്ലോ. അങ്ങനെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് പോയി ഒരു കോഫി കുടിക്കുക, ഇറങ്ങാം. യെസ്, അവിടെ ഒരു H2 കണ്ടു. അപ്പോൾ അതാണ് നമ്മുടെ ബ്രോയുടെ ബൈക്ക് അല്ലേ? ആണോ? ഗൈസ് അപ്പോൾ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ, പുള്ളി അവിടെ തിരിപ്പുണ്ടാവും. ഗൈസ് അങ്ങനെ നല്ല അടിപൊളി കഫേയിൽ ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങളുടെ റൈഡ് തുടങ്ങുകയാണ്. ഇനിയാണ് ശരിക്കും റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 300 കിലോമീറ്റർ കാട്ടിക്കൂടെ, നല്ല ഗ്രാമങ്ങളിൽ കൂടെ, ഗ്രാമപ്രദേശമായ ഓസ്ട്രേലിയയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗോപ്രോ ഓണാക്കാം. ഇത് കൈ പിടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് ഈ സാധനം പോയി കഴിഞ്ഞാൽ? ഉണ്ടല്ലേ? ആണോ? This one, right? The one that's sitting just there. Okay. അല്ല, വൈസ്മാൻസ് ഫെറിന്ന് ഫുഡ് കഴിക്കുന്നേ? കുറച്ച് പോവല്ലേ? അല്ല, വൈസ്മാൻസ് ഫെറി സെറ്റ് കഫേ ഉണ്ട്. വൈസ്മാൻസ് ആ എന്നാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അവിടെ You want to have food from the place like this 40 minutes or you want to go further? Whatever works for you guys. Okay, because wow, that's good man. ഉണ്ട്. അപ്പോൾ ഇനി ഗൈസ് 41 മിനിറ്റ് വൈസ്മാൻസ് ഫെറി നമ്മൾ ഫെറി കടക്കണം. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് 1400 ആൾക്കാരേ ഉള്ളൂ ഇവിടെ. ആ ഒരു സിറ്റിയിൽ 1400 ആൾക്കാർ. അതിൽ ബേബി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ബേബിയുടെ ഹാർലി ഫുള്ള് വിൻറ്റേജ് ആണല്ലോ, ഹാർലി പഴയ കോർവെറ്റ്. Map ends there? Yeah, let's go there. എവിടെത്തി? What's your range? No, I think it's better. Step now. Yeah, just fill from Shell and come. Is there Shell? Yeah, then we'll eat in the cafe, right? Yeah. ആ കഫേന്ന് കഴിക്കാമല്ലോ. എന്നാ അങ്ങോട്ട് വിടാം. No, we'll just drink something and go. Water or something. Once and for all, we'll go there, no, that cafe. You'll go to that cafe and fill the fuel and then come. We'll try something different. No, there's another cafe after we cross the ferry. Okay, then I'll fill. Yeah, you fill the fuel and come. ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ഫെറി കയറാൻ പോവാണ്. ഫെറി കയറി അപ്പുറം പോയി ഫുഡ് കഴിക്കണം. ആ എബിയോട് അല്ലല്ല, ഗൈസ് അങ്ങനെ ഞങ്ങൾ പൂമ്പാറ്റ് കഫേ എത്തി. ഇവിടെയാണ് നമ്മുടെ ലഞ്ച് കഴിക്കുന്ന സ്ഥലം. ഇങ്ങനെ വെച്ച സ്റ്റാൻഡിന് ഫുള്ള് ലോഡ് വരുമല്ലേ? അതല്ല ഒരു അബദ്ധം പറ്റി. ഞങ്ങളവിടെ കഫേയിൽ ചുമ്മാ സമയം കളഞ്ഞ് കുത്തിയിരുന്നു. ഞങ്ങളുടെ ഇതിൽ ഞങ്ങളെല്ലാവരും നോക്കിയപ്പം നെറ്റില്ലായിരുന്നു. 100 കിലോമീറ്ററൂടെ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് നമ്മൾ പോകേണ്ടി. നമ്മുടെ സ്റ്റേ അടിക്കേണ്ട അടുത്തോട്ട് ഇപ്പോൾ സമയം 2:45. എന്നാൽ പിന്നെ ശരിക്കും മാപ്പ് വന്നപ്പം ഇനിയുണ്ട് 200 കിലോമീറ്ററൂടെ. പിന്നെ 200 കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിക്കണം.
അപ്പോൾ 2:45. അപ്പോൾ നമ്മൾ ഏകദേശം 2 മണിക്കാണ് ചെക്കിൻ പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, അവർ രാത്രി വരെ അലൗഡ് ആയിരിക്കും, എപ്പോൾ വേണമെങ്കിലും ചെക്കിൻ ചെയ്യായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ അത് പ്രകൃതി ഫീൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒത്തിരി ബൈക്കേഴ്സ് ഉണ്ട് പുറകിൽ, വേറെ ആരാണ്ടൊക്കെ ഉണ്ട്. നല്ല ബൈക്കിംഗ് റൂട്ട് കേട്ടോ, നല്ല അടിപൊളി ബൈക്കിംഗ് റൂട്ട്. കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നതിലും പോയതിലും വെച്ചുള്ള ഏറ്റവും ബെസ്റ്റ് കൺട്രി സൈഡ്. അടിപൊളി. ലുക്ക് അറ്റ് മൈ കണ്ണാടി, എത്ര ആൾക്കാരെ പുറകെ നോക്കുക. അടിപൊളി, കുറേ ബൈക്കാർ ഒരുമിച്ചിട്ട് റൈഡായി പോലായി. ഓ എൻ്റെ പൊന്നോ, എന്നോ ലുക്ക്, എന്നോ വ്യൂ. അടിപൊളി സ്ഥലം, ഫീല് സ്ഥലം. താഴ്വാരം, ഇതാണ് താഴ്വാരം, ശരിക്കുള്ള താഴ്വാരത്ത് താമസിക്കുന്ന ആൾക്കാർ. ഗായ്സ്, അങ്ങനെ സമയം 4 മണിയായി. ഞങ്ങളിപ്പം ഒരു 3/4 മണിക്കൂർ ഓടിച്ചു. 200 കിലോമീറ്റർ ഉള്ളിടത്ത് ഇപ്പോൾ 120 കിലോമീറ്റർ ഉണ്ട്. ഇനി നല്ല ഗ്രാമീണ റോഡുകളെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നല്ല അടിപൊളി ഗ്രാമീണ റോഡുകൾ. ഞങ്ങൾ 6 മിനിറ്റിലൊരു പെട്രോൾ പമ്പ് എത്തും. അപ്പോൾ ആ പെട്രോൾ പമ്പിലോട്ട് പോയപ്പോൾ ഞങ്ങളൊന്ന് നിർത്തിയതാണ് റോഡ് സൈഡിൽ. ഇത് ലെവലില്ലാത്ത റോഡാണ് കേട്ടോ മൊത്തം. പക്ഷെ എന്ത് ഭംഗിയാന്ന് നോക്ക്, സൈഡൊക്കെ നോക്ക്, അടിപൊളി. ഒരു രക്ഷയില്ലാത്ത ഭംഗി കേട്ടോ, ഭയങ്കര ലോഡഡ് പ്രകൃതി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ റോഡ്. ആരും വരുന്ന സ്ഥലം കണ്ടില്ല, ഒരു വണ്ടിയില്ല, മനുഷ്യനില്ല, ഒന്നുമില്ല, ഫുൾ ഫാം മാത്രം. ഓസ്ട്രേലിയ ഒരുമാതിരി മലയാളികളൊന്നും ഈ ഏരിയയിലോട്ടൊന്നും വരാറില്ല. ഇവരൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അടുത്ത് 120 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റൈഡ്. നടുവൊരു പരുവാവും. സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് ഇച്ചിരി അതിൻ്റേതായിട്ടുള്ള സ്പോർട്സ് ബൈക്കും പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തുടങ്ങിയതുകൊണ്ട് നടുവിന് നല്ല ഒരു ചെറിയ അങ്കലാപ്പുണ്ട്, കുഴപ്പമില്ല. ഒരു കുഗ്രാമത്തിലെ പെട്രോൾ പമ്പിലാണല്ലോ ഗൈസ് നമ്മളെത്തുന്നത്. ഇവിടെ പമ്പ് ഇവിടെ അതിൻ്റെ ഉള്ളിലാണോ? അതിനകത്താണോ പമ്പ്? നോ, ഇറ്റ് ഷോസ് പെട്രോൾ ഇൻ ദ ബോർഡ് ഓൾസോ. ബോർഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പമ്പ് ഉണ്ടല്ലോ. ജസ്റ്റ് ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് സീ. ഗൈസ്, ഇത് പഴയ പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരേ നാട്ടിൽ എന്താ പറയുക, നാട്ടിൽ പഴയ പണ്ടത്തെ പരിപാടി. ഇതല്ലേ പെട്രോള്? ഞാൻ ഇങ്ങനെയൊക്കെ പെട്രോൾ ചോദിക്കൂ. ഇതെന്താ കച്ചവടമാണ് ഇവിടെ? അടുത്ത പമ്പ് എവിടെ നോക്ക്. ഇങ്ങനെ റീജിയനിലൊക്കെ നല്ല അടിപൊളി അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഉണ്ട്, പഴയ ഷീറ്റിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഫുൾ ലോക്കൽ ആൾക്കാരാട്ടോ ഇവിടുത്തെ. എങ്ങനെ ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്നതിൻ്റെ അതേ കാണാൻ ഭംഗിയാണെങ്കിലും ഉള്ളേറിയല്ലേ. ഒരു സൈക്കിൾ റിക്ഷ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ. നമുക്ക് ഊറ്റാം അങ്ങോട്ടും ഇങ്ങോട്ടും, കുഴപ്പമില്ല. കണ്ണും പൂട്ടിയൊരു പോക്ക് സ്ട്രൈറ്റ് ഗൈസ്. അപ്പം 30 കിലോമീറ്റർ കഴിഞ്ഞ പമ്പുള്ളൂ. അങ്ങോട്ട് നോക്ക്. ഓസ്ട്രേലിയയിൽ ഇത്രയും പച്ചപ്പുള്ള സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എല്ലായിടും ഒരുമാതിരി തരിശ് ഭൂമി പോലെ ഉണങ്ങിക്കിടന്ന് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈല് സ്ഥലങ്ങളാണ് അങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും പച്ചപ്പ്, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ പച്ചപ്പ്, നമ്മുടെ സെയിം നാട് അടുത്ത് കാണുന്ന പോലെ കാണുന്നത്. ഓ ഗൈസ്, ഓഫാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഇവിടുത്തെ ആൾക്കാർ, ലോക്കൽ ഓസികൾ. ഗൈസ്, അങ്ങനെ ആ പെട്രോൾ പമ്പ് ഒരു പെട്രോൾ പമ്പ് അല്ലായിരുന്നു.
അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ചെന്നപ്പോൾ ഒരു വല്ലാത്തൊരു സാധനം പെട്രോൾ പോലിരിക്കുന്നത്. അവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഇതിന് 98 വേണം, വണ്ടി അടിച്ചു പോകും. അപ്പോൾ ഇനി 30 കിലോമീറ്റർ അപ്പുറത്ത് ബ്രോക്ക് എന്ന് പറയുന്ന അടുത്ത ചെറിയൊരു നല്ല ഫേമസ് ഒരു വില്ലേജാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ബ്രോക്കിലേക്ക് പോകും. 30 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കും, പെട്രോൾ അടിക്കും. നമ്മൾ എന്നിട്ട് മെല്ലെ നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്നുള്ളൂ, സ്റ്റേ അടിക്കുന്നിടത്തോട്ട് പോകുന്നുള്ളൂ. ഇതിലും കൂടുതൽ എന്തോ ചോദിക്കാൻ, ഇതിലും കൂടുതൽ എന്തോ ഫോറസ്റ്റ്, എന്ത് പ്രകൃതി. നല്ല അടിപൊളി മുന്തിരിത്തോട്ടങ്ങളുണ്ട്. മുന്തിരിത്തോട്ടമല്ലേ ഇത്, ആപ്പിളാണോ എന്തോ ഇത്? റോസപ്പൂ ഒരു കൃഷി ചെയ്യൂ. വാ, ഇഷ്ടപ്പെട്ടു കേട്ടോ. കൺട്രി സൈഡ് നല്ല രസമുണ്ട്, ഭംഗിയുള്ള സ്ഥലങ്ങൾ. എന്ത് കാണാവോ, ഒന്നും മനസ്സിലാവുന്നില്ല. വൈൻസ്, അതെ വൈനാണല്ലോ. ഇത്ര സമയത്ത് എനിക്കൊന്ന് വൈനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രാവശ്യം അങ്ങനെ ഞാൻ നമ്മുടെ എബി പ്രോയെ കാത്ത് നിൽക്കുകയാണ്. പുള്ളി സ്ലോ ആയിട്ടാണോ ഞങ്ങൾക്ക് സ്പീഡ് കൂടി പോകുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. യെസ് ഗൈസ്, പമ്പ് കിട്ടി. പമ്പ് ഫൈനലി രക്ഷപ്പെട്ടു. അയ്യോ, ഞങ്ങൾ തേടി മറ്റേ പമ്പ് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി പ്രതീക്ഷ പോയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ മൊത്തം ഇങ്ങനത്തെ പമ്പുകളായിരിക്കുന്നു. ലക്ലി വി ഫൗണ്ട് ദ പമ്പ്. അവർ രണ്ടുപേരും ബുദ്ധിമാന്മാരായിട്ട് തണലത്ത് നിർത്തി. ഞാൻ പോയി നല്ല വെയിൽ, നമുക്ക് പിന്നെ വെയിലേ പറഞ്ഞിട്ടുള്ളൂ. തോണ്ടിട്ടിട്ട് ചാടിക്കറി. ആദ്യത്തെ പരിപാടി പെട്രോൾ അടിക്കുക. ഇതാണ് ബ്രോക്ക് വില്ലേജ് സ്റ്റോർ. ഓക്കെ അങ്ങോട്ട് എടുത്ത ഞാൻ അടുത്ത ചെക്കനെ കുടിപ്പിക്കുക. ചെക്കനെ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കുക. അയ്യോ, hi here. Yeah, thank you. റിച്ചാർജിൻ്റെ ഫേവറേറ്റ് സാധനം. Oh my god, it's so heavy. No, Australia's got uranium, platinum, all those. From there you can see properly. From there you can see properly. ഗായ്സ്, അങ്ങനെ ഇതുണ്ടോ, ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞില്ല, ഇഷ്ടംപോലെ ട്രക്കൊക്കെ ഓടുന്നുണ്ട്. ഒരു മല മൊത്തം കൽക്കരിയാണ്. ഞാൻ ബാക്കിത്തെ വണ്ടിക്കാരെ ശ്രദ്ധിച്ചില്ല, കൽക്കരി ശ്രദ്ധിക്കാൻ പോയത്. അപ്പോൾ നമ്മൾ കോൾമയും കാണാൻ പറ്റത്തില്ല, KGF കണ്ടല്ലോ, മതി നമുക്ക് പോവാം. ഐസ് അങ്ങനെ 5:58 സമയം. ഏകദേശം 47-40 കിലോമീറ്ററോ 39 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ സ്റ്റേ എത്തും ഫൈനലി. ഏതായാലും ഞങ്ങൾ വിചാരിച്ച പോലെ 200 കിലോമീറ്റർ എന്നൊക്കെ അവിടുന്ന് കണ്ടു. റോഡ് മൊത്തം മോശമാണ്, ഉള്ളേരി ആയതുകൊണ്ട് ആകെ പണിയാവുമെന്ന് വിചാരിച്ച, ടയേർഡായി ക്ഷീണിച്ചൊരു വല്ലാത്തൊരവസ്ഥയാവുമെന്ന് വിചാരിച്ച. പക്ഷേ ലക്കിലി കുറച്ചാലും കഴിഞ്ഞപ്പോൾ നല്ല റോഡായിരുന്നു, നല്ല 100 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റുള്ള റോഡായിരുന്നു. അപ്പോൾ അധികം കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ എന്തായാലും 300 കിലോമീറ്റർ താണ്ടി ഏകദേശം ഇവിടെ എത്താനായി. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കൂടെ ഉള്ളൂ, 20-25 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ സ്റ്റേ എത്തും ഫൈനലി. അങ്ങനെ നമ്മുടെ സ്റ്റേ എത്തി. ഇതാണ് ഡെൻമെൻ മോട്ടർ ഇൻ. ഇവിടെ വേറെ ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇതങ്ങോട്ട് കിട്ടിയപ്പോൾ ഇതങ്ങോട്ട് എടുത്തു. റിസപ്ഷനിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ പോയത് നമ്മുടെ സുബിൻ ബ്രോ. ഉണ്ട്, ഭാഗ്യം. ഇതാണ് ഒരു റൂം.
ഗൈസ് അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഫുഡെല്ലാം അടച്ച് ഇവിടെ 5 മണിയാകുമ്പോൾ എല്ലാം അടച്ചു പോകുന്ന പോലെ അവിടെ 8:30 എല്ലാം അടച്ച് കിച്ചനും ഒന്നും കിട്ടാതെ ഞങ്ങളിപ്പോൾ 27 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് രാത്രി 11 മണിയായപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഡോമിനോസിൽ വന്നു. ഭാഗ്യത്തിന് ഇവിടെ പിസ ഉണ്ട്. ഗൈസ് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. ഇവിടുന്ന് ഇപ്പം ഞങ്ങളുടെ സ്റ്റേയും കഴിഞ്ഞ് പോവാ. രാവിലെ ഇറങ്ങി 9 മണി 10 മണി 9:30 കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേന്. ഇതാണ് നമ്മുടെ കഫേ ഫ്രഷ് ഡെൻമൻ. അവിടെ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വേഗം സ്ഥലം വിടാം, അധികം ചൂടാവുന്നതിൻ്റെ മുമ്പ്. ഇതെന്തത് മറ്റേ ഉണ്ടംപരി. ഗൈസ് ഒരു അടിപൊളി സീൻ കണ്ടോ. ഇതാണ് നമ്മുടെ കൽക്കരി വണ്ടി, ഗുഡ്സ് ട്രെയിൻ. ഇവിടുത്തെ കോളും കൊണ്ട് പോവാ. ഗൈസ് ഇന്നാണ് ഒത്തിരി ബൈക്കുകാരുണ്ട്. ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. കണ്ടല്ലോ ട്രയംഫും ഏതൊക്കെയോ വണ്ടികളുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതാണ് ബ്രോക്ക് നമ്മുടെ വീണ്ടും ദ വില്ലോസ് ബ്രോക്ക്. ഇവിടുന്ന് നേരെ പെട്രോൾ അടിക്കുന്നു, വണ്ടി അവിടെ കൊണ്ടുവെക്കുന്നു. ഒത്തിരി ബൈക്കേഴ്സ് ഉണ്ട്. അയ്യ that's all right. Yeah. ഈ ഡുക്കാട്ടി ഒരു രക്ഷയില്ല. നല്ല ഡെസ്മോ ക്ലാസിക് ട്വിൻ. നല്ല ഫീൽ വണ്ടിയായിരിക്കുമല്ലോ. അടിപൊളി. നല്ല അതിൻ്റെ എൻജിൻ്റെ ഇതൊക്കെ നോക്ക്, ക്യാമും കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ ബ്രോക്കിനോട് വിട പറയുകയാണ്. സിക്സറൊക്കെ അങ്ങനെ എൻ്റെ ഗോപ്രോയുടെ അവസാനത്തെ ബാറ്ററിയുടെ ചാർജും കഴിയാനായി. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് കാണാം. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ റൈഡ് ഇവിടെ അവസാനിച്ചു, തീർന്നു. അതേസം അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇവിടെ തന്നെ, എൻ്റെ ദൈവമേ വല്ലാത്തൊരു റൈഡായിരുന്നു. അത്യാവശ്യം 200-250 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഓൾഡ് പസഫിക് മോട്ടോർ വേ കയറി 6 കിലോമീറ്റർ കൂടെ പോയാൽ നമ്മളെ കഫേ എത്തും. ഇവിടുത്തെ എല്ലാ ബൈക്കേഴ്സിനും ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടാണ് ഓൾഡ് പസഫിക് മോട്ടോർ വേ. അതാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്ന റൂട്ട്. ആ 6 കിലോമീറ്റർ നമ്മൾ അതിനകത്തോടെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് പരിപാടിയെന്ന്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനുള്ള സ്ഥലത്തോട്ട് ഇപ്പോൾ എത്തും. ഇത് പൈൻ ദ സ്കൈ അല്ലേ? അതേലോ. അടിപൊളി കഫേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പൈൻ ദ സ്കൈ അല്ലേ? വേറെ അതേപോലെ തന്നെ ഉണ്ടല്ലോ. വേണ്ട ചെറിയ അതേപോലെ ഉണ്ടല്ലോ. അയ്യോ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ബൈക്കേഴ്സ്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിനപ്പുറത്ത് പൈൻ ദ സ്കൈ കഫേ ഉണ്ട്. ഞാൻ അടുത്ത എൻ്റെ ഗോപ്രോ കഴിഞ്ഞ് ഞാൻ ഫോണിൽ വീഡിയോ എടുത്ത് കാണിച്ചാൽ അവിടെ നിർത്തുവാണെങ്കിൽ അവിടെ ഇതിൻ്റെ ഇരട്ടി ബൈക്കേഴ്സാണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മീറ്റപ്പ് കോഫി കുടിക്കാൻ വേണ്ടി പൈൻ ദ സ്കൈ എന്ന് പറഞ്ഞ ഇവിടുത്തെ സിഡ്നിയിലെ ഒരു വല്ലാത്ത ഫേമസ് ബൈക്കേഴ്സൊക്കെ വന്ന് ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി. അവിടെ ആണേ ഉള്ളൂ. ഞങ്ങളുടെ ബൈക്കൊക്കെ അപ്പുറത്താണ്. അവിടെ വന്നേക്കുക. ഇവിടെ ഇരുന്ന് ഞങ്ങൾ കോഫി കുടിക്കുക. അതോടെ റൈഡ് അവസാനിപ്പിക്കുക കഴിഞ്ഞു.